കേരള ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെയും ലിംഗനീതി ലിംഗസമത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്ന സമദർശൻ പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. അടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മേളനത്തിൽ ഹയർ സെക്കൻഡറി അക്കാഡമിക് ജോയിന്റ് ഡയറക്ടർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി കുഞ്ഞമ്മ, ചെങ്ങന്നൂർ RDD അശോക് കുമാർ VK, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സജി വർഗീസ്, ഹയർ സെക്കൻഡറി NSS തെക്കൻ മേഖല കോർഡിനേറ്റർ ബിനു PB, പരുമല DBHSS പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് R പിള്ള, അടൂർ ഗവൺമെന്റ് GHSS പ്രിൻസിപ്പൽ അഷ്റഫ് M, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ R, PTA പ്രസിഡന്റ് ശുഭ VS, ഹെഡ് മിസ്ട്രസ് നിഷ J, ഹയർ സെക്കൻഡറി NSS ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഹരികുമാർ VS എന്നിവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം ആദ്യ പ്രോഗ്രാം കോർഡിനേറ്റർ തോമസ് ജോണിനെ ആദരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ആശയസമ്പുഷ്ടമായ വർണ്ണശബളമായ ഘോഷയാത്ര അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പള്ളി അങ്കണത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി അക്കാഡമിക് JD സുരേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിനും നാടിന്റെ ക്ഷേമത്തിനുമായി നിരവധിയായ പദ്ധതികളാണ് 2023 ഡിസംബർ 26 മുതൽ 2024 ജനുവരി 1 വരെ മുഴുവൻ NSS യൂണിറ്റ് ക്യാമ്പുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടങ്ങൾ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്തോടെ വൃത്തിയാക്കുകയും അവിടം സൗന്ദര്യവൽക്കരിച്ച് മാലിന്യം വലിച്ചെറിയാത്ത രീതിയിൽ മാറ്റിയെടുക്കുന്നതുമായ സ്നേഹാരാമം പദ്ധതി. പാഴ്വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗ മൂല്യമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തുണിസഞ്ചികൾ, ചവിട്ടികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഹരിതഗ്രഹം പദ്ധതി. മാലിന്യമുക്തം, ലഹരി വിരുദ്ധം, രക്തദാനം എന്നീ ആശയങ്ങൾ പൊതുസമൂഹവുമായി സംവദിക്കുന്ന നാട് അറിയാം എന്ന പദ്ധതി. മാലിന്യമുക്ത സമൂഹത്തിനായുള്ള ഗ്രീൻ ക്യാൻവാസ് പദ്ധതി. സന്നദ്ധ രക്തദാന രംഗത്ത് ഹയർ സെക്കൻഡറി NSS കേരള പോലീസിന്റെ സഹകരണത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന ജീവദ്വതി പോൾ ബ്ലഡ് പദ്ധതി. ഹ്യൂമൻ ബുക്ക്, സമദർശൻ, ഭാരതീയം, സന്നദ്ധം, ഒപ്പം തുടങ്ങിയ ബോധവൽക്കരണ പരിപാടികളാണ് സപ്തദിന സഹവാസ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അടൂർ ന്യൂസ്.